ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം വലിയ വിഷയമാണ് കേട്ടോ. അതായത് 1-2 ദിവസമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആദില നൂറ വിഷയം. എല്ലാവർക്കും അറിയായിരിക്കും, അവർ ലെസ്ബിയൻ കപ്പിൾസാണ്. നമ്മൾ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷമാണ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർ അറിയാനൊക്കെ തുടങ്ങിയത്. ചോദിക്കുന്നുണ്ട്, ഓരോരാളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഈ ആദിലയും നൂറി എന്താണ് എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അറിയാത്തവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് ഇതൊന്നും കൂടുതൽ മനസ്സിലാവാത്തത്. കാരണം ഇന്ന് ഗേ കപ്പിൾസും ഇതുപോലെ ലെസ്ബിയൻ കപ്പിൾസൊക്കെ ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലായിടത്തും കാണുന്നതാണ് അല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലും അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒരു സംശയത്തിലോ അല്ലെങ്കിൽ ഒരു മോശം എന്നുള്ള രീതിയിലോ ഒന്നും കാണുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളൂ. കാരണം അവരും മനുഷ്യന്മാരാണല്ലേ. നമ്മൾ അത് ആലോചിക്കണം. ഒരിക്കലും ഒരാളും വേണമെന്ന് വെച്ചിട്ട് ലെസ്ബിയനൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവരുടെ അവർക്ക് ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നുന്നതാണെന്നാണ് അവർ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ആദില നൂറ വിഷയത്തിൽ ഒരുപാട് പേര് ഇതുപോലെ ഇനിയുള്ള ഗേ കപ്പിൾസും ലെസ്ബിയൻ കപ്പിൾസൊക്കെ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ലക്ഷ്മി അതൊന്നും പറയാൻ പാടില്ലായിരുന്നു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഈ ആദിലയും നൂറയും. അപ്പോൾ അതുമായിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസിൽ അതിൽ പെട്ടിരിക്കുന്ന എല്ലാവരെയും കൂടിയിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഒരുപാട് ഇതുപോലെയുള്ള കപ്പിൾസ്, സോനു നികേഷ് എന്നൊക്കെ പറയുന്ന കപ്പിൾസ് ഉണ്ട്. അവരൊക്കെ ഗേ കപ്പിൾസ് കല്യാണം കഴിച്ച് അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു ന്യൂസൊക്കെ നമ്മൾ അന്നേരം ഒരു 8 കൊല്ലം മുന്നേ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അവരോടൊന്നും നമുക്ക് വളരെ ബഹുമാനം മാത്രമേ തോന്നുള്ളൂ. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം നയിക്കുന്നവരാണ്. അവർ സ്വന്തമായി അധ്വാനിച്ച് അവരുടെ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ആദില നൂറ എന്ന് പറഞ്ഞാൽ അവരുടെ വിഷയത്തിൽ അവരുടെ വീട്ടുകാരുടെ സപ്പോർട്ടില്ല എന്നുള്ളതാണ് ആ കുട്ടികൾക്ക് ഇത്രയും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അതുപോലെ തന്നെ ഈ നൂറ എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറും മദറും ഒന്നും ഒരിക്കലും അവരൊന്നും ഒരിക്കലും ഇത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല അല്ലേ. കാരണം പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾ നല്ല രീതിയിൽ ജീവിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ച് അവരുടെ കുട്ടികളെയൊക്കെ നോക്കി സന്തോഷത്തോടെ കഴിയാനാണ് ഏതൊരു പേരൻസും ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഈ ആദിലയുടെയും നൂറയുടെയും പേരൻസിനും നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. അവരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ വിഷമം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അവർക്ക് ഈ പേരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ആദിലക്കും നൂറക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവർക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അവർ കോടതി വിധിയുടെ ഫലത്തിലൊക്കെയാണ് അവർ ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അവരെ അത്രയും മോശമായ രീതിയിലാണ് ബിഗ് ബോസിൽ അധിക്ഷേപിക്കുന്നതായിട്ടുള്ള ക്ലിപ്സൊക്കെ ഞാൻ ഒരിക്കലും ബിഗ് ബോസ് ഒന്നും കാണാറേ ഇല്ല. രേണു സുധി പോയതിന് ശേഷമാണ് ശരിക്കും അത് ആ ക്ലിപ്സൊക്കെ തന്നെ കാണാൻ തുടങ്ങിയത്. എന്നാലും ബിഗ് ബോസ് ഒന്നും അങ്ങനെ ഇരുന്ന് കാണാറൊന്നുമില്ല. ഇതുപോലെയുള്ള ഓരോ മെയിനായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ മാത്രമാണ് ഞാനൊക്കെ ഇതെന്താ സംഭവം എന്ന് നോക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് ഒന്നും ഡെയിലി കാണുന്ന ആളൊന്നും അല്ല, കാണാറേ ഇല്ല. ചെറിയ ക്ലിപ്സൊക്കെ വരുമ്പോൾ മാത്രമാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്താ സംഭവം എന്ന് നോക്കുന്നത്. അതന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രം. അതിലെന്ന് പറഞ്ഞാൽ ലാലേട്ടനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അവരെ കയറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും അവരെ വീട്ടിൽ കയറ്റാതിരിക്കാൻ മാത്രം അത്ര മോശം ആൾക്കാരൊന്നും അല്ല അവരെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ അവരുടെ അവരുമായി ഇടപഴകി എന്ന് വെച്ച് ബാക്കിയുള്ളവരെല്ലാം ലെസ്ബിയൻസായി മാറുമൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര ലെസ്ബിയൻ ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മളൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ അറിയുന്നുണ്ടോ ഇവർ ലെസ്ബിയൻ ആണെന്നുള്ളത്? അതൊന്നും നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ അവരുമായിട്ടൊക്കെ ഇടപഴകിയിട്ടൊക്കെ ഉണ്ടാവാം നമ്മുടെ കൂടെയുള്ളവർ. അതുപോലെ തന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരും ജെൻസിന് അറിയാൻ പറ്റുമോ പിന്നെ അവൻ ഗേ ആണോ അല്ലയോ എന്നൊക്കെ നമുക്കിപ്പോൾ എല്ലാവരും നമുക്കറിയാൻ പറ്റില്ല. എന്നിട്ട് നമ്മളൊക്കെ അങ്ങനെ ആവുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളൊക്കെ അത് ഓരോരാൾക്കും ഓരോ ജീവിത ശൈലിയാണ് അല്ലേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിനെയൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആക്കി ജീവിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ഗേ കപ്പിൾസും അതുപോലെ തന്നെ ലെസ്ബിയൻ കപ്പിൾസും ഒക്കെ ചെയ്യുന്നത്. അവർക്ക് എന്ന് പറയുന്നത് അവരുടെ അതേ രീതിയിലുള്ള ആൾക്കാരോട്, പെണ്ണിനോടും ആണിനോടും തോന്നുന്ന ആ ഒരു തരം സ്നേഹം, അത് വെറും സെക്സ് ആയിട്ട് മാത്രം കാണാതിരുന്നാൽ അതിൽ വളരെ നമുക്ക് നല്ലത് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തിനാണ് വെറുതെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നത്?
അത് അവരുടെ ജീവിതം മാത്രമാണല്ലേ. അപ്പോൾ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. ഇത് കാണുന്ന ആൾക്കാരൊക്കെ വഴിതെറ്റും. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ ലേഡി പറയുന്നുണ്ട് അവരുടെ മോനും അമ്മയൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അങ്ങനെ ലോകത്തുള്ളവർ പലരും ഇരുന്ന് കാണുന്നുണ്ടാവും. എന്ന് വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒക്കെ സ്വഭാവം പോലെ ആയിപ്പോവോ പുറത്തുള്ളവർ? അതൊന്നും ഒരിക്കലുമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ സംസ്കാരവും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു ബിഗ് ബോസിൽ ഒരാൾ വന്നിട്ട് അല്ലെ രണ്ടുപേര് വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും ആൾക്കാരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ആ സോനു നികേഷ് എന്ന് പറയുന്ന ആ രണ്ട് പേര് ഗേ കപ്പിൾസ് പറയുന്നുണ്ട് ഒരിക്കലും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് 100% ശരിയാണ്. കാരണം അവരുടെ ഓരോ വ്ളോഗും ഞാൻ കാണാറുണ്ട്. കാരണം അവർ അത്രയും നീറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഫാമിലിയിൽ തന്നെ കാണാൻ അവരുടെ രണ്ട് വീട്ടുകാരും അവരെ സ്വീകരിക്കുന്ന രീതിയും അതുപോലെ തന്നെ അവർക്ക് എന്താണ് അത്രയും സ്നേഹത്തോടെ അവരോട് പെരുമാറുന്ന ആൾക്കാരായാലും എല്ലാം. അപ്പോൾ ഇവർ രണ്ടുപേരും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആദില നൂറ. അങ്ങനെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. പിന്നെ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അല്ലേ. അവരും ഇങ്ങനെ എന്താണ് പെണ്ണായവരും പെണ്ണ് ആണായവരും അങ്ങനെയൊക്കെ എന്താണ് ആണ് പെണ്ണായിട്ടുള്ള അവർ പോയിട്ട് കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും മോശമാണെന്ന് പറയാൻ കഴിയില്ല. അവരും മനുഷ്യന്മാരാണ്. അവർക്കും ഇവിടെ ജീവിക്കണ്ടേ. അവരുടെ സ്വത്വം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവരതുപോലെ ജീവിക്കുന്നു. അതിനെന്തിനും ഇങ്ങനെ അവരെ പിന്നെ എന്താണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, അവർ മോശമാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുക ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിനും അതിനും ഇതിനും ഒക്കെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോന്നും കാണുമ്പോൾ വിഷമം തോന്നും. അവരെല്ലാം ഇങ്ങനെ പറയാം, അവരൊക്കെ ജീവിച്ചോട്ടിടും, നിങ്ങളൊക്കെ എന്തിനാണ് അവരുടെ പിറകെ ഇങ്ങനെ പോകുന്നത്? അവർക്ക് അതൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ്? പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരുടെയും പാരൻസിൻ്റെ വിഷമം കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് അവരുടെ പാരൻസിന് വിഷമം ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ. അത് ഓക്കെ, അത് നമുക്ക് ആർക്കും മാറ്റാനൊന്നും പറ്റില്ല. എന്ന് വെച്ച് ഈ രണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ ആണും പെണ്ണും ഇതുപോലെ കല്യാണം കഴിക്കുന്നില്ല ഇഷ്ടപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും ആർക്കും എന്താണ് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ മിണ്ടാതിരിക്കുക എന്നല്ലാണ്ട് നമുക്ക് അവരെ പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ നമുക്ക് ഈ ആദിലയോടും നൂറിയോടും അതുപോലെ തന്നെ ഈ നികേഷിനോടും സോനുവിനോടൊക്കെ പോയി പറയാൻ നിന്നാൽ നമ്മൾ ഏറ്റവും മോശക്കാരായി മാറുകയാണ് ചെയ്യുന്നത് ഈ ലോകത്ത്. കാരണം ഇന്നത്തെ ലോകത്ത് ഇതൊന്നും ഒരു സംഭവമേ അല്ല. കാരണം ഇങ്ങനെയുള്ള ജീവിതമൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലുള്ള ലെസ്ബിയൻ കപ്പിൾസും ഗേ കപ്പിൾസും തന്നെയാണ് കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മോശമാണ്, ഇവർ ചെയ്യുന്നതൊക്കെ മോശമാണ്. അതിലൊന്നും ഒരു മോശവും കാണേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഇതുപോലെയൊന്നും അല്ലല്ലോ. എല്ലാവരും പറയും വംശം നിലനിർത്താൻ കഴിയുമോ, സന്തതി പരമ്പരകൾ ഉണ്ടാവുമോ എന്നൊക്കെയാണ് കുറേ അമ്മമ്മമാരൊക്കെ ചോദിക്കുന്നത്. ഇതെന്താണപ്പോൾ ഇങ്ങനെ രണ്ട് പെണ്ണും രണ്ടാണും തമ്മിലൊക്കെ എന്താ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്, ഓളും പുരുവനുമാണെന്നോ, അവർ ഓളും പുരുവനും അതിൽ ഏതാ പുരുവൻ എന്നൊക്കെയാണ് ഈ പ്രായമായ അമ്മമ്മമാരൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഇതാക്കേണ്ട സംഭവമൊന്നുമല്ല. ഇതൊക്കെ അമ്മമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് സംഭവം എന്നുള്ളത്. ഒരിക്കലും അവരെ കുറ്റം പറയരുത്. അവരുടെ തെറ്റുകൊണ്ടൊന്നുമല്ല അവരങ്ങനെ ആകുന്നത്. അവർ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവർ എന്താണ് മോശമായ ഡ്രസ്സ് ഇട്ട് വന്നിട്ടോ മോശം രീതിയിൽ ജീവിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് വെറുതെയെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവർ മോശമാണ്, അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് വെറുതെ ആൾക്കാരുടെ ഇടയിൽ ഒരു മോശം ഇമേജ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് ഒരിക്കലും എനിക്കൊന്നും ഒരു യോജിപ്പുമില്ല. ഞാനൊക്കെ ഇതുപോലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് തന്നെയാണ്. കാരണം അവരുടെ മനസ്സ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഈ ഒരു ആദില നൂറ മാത്രമൊന്നുമല്ല, ഇതുപോലുള്ള ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലെങ്കിലും ആലോചിക്കുക. പേരൻസിൻ്റെ വിഷമമൊക്കെ ഉണ്ടാവും. പേരൻസായി നമ്മളായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് മാത്രം ആലോചിച്ചിട്ട് രണ്ട് ഭാഗവും നമ്മൾ ആലോചിക്കണം അല്ലേ. പേരൻസിൻ്റെ ഭാഗവും ആലോചിക്കണം, അതുപോലെ തന്നെ ഇവരുടെ ഭാഗവും ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് എന്തും പറയാൻ പറ്റൂ. നമ്മൾ പുറത്തു നിന്നും കാണുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാനുള്ള അവകാശമൊന്നുമില്ല. വീട്ടിൽ കയറ്റാൻ പറ്റില്ല, അവരങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണെന്ന് പറയാനുള്ള ഒരു അവകാശവും നമുക്ക് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കണ്ടപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണം തോന്നി. കാരണം അതിലെ നൂറയും ലക്ഷ്മി പറയുന്നത് തരിച്ചിരിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. പിന്നെ ഇന്ന് സോനു നികേഷ് വ്ളോഗ് അവർ ചെയ്തതും കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നിയത്. എന്തായാലും അതിലേക്കും നൂറക്കും അതുപോലെ തന്നെ സോനു നികേഷിനൊക്കെ ശരിക്കും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എല്ലാ യൂട്യൂബേഴ്സും സപ്പോർട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരും മനുഷ്യജന്മങ്ങൾ, അവരും ഏറ്റവും മാന്യമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഭാര്യേനെ തല്ലുന്ന കള്ളുകൂടിയനോ അതുപോലെ തന്നെ ഭാര്യേനെ തല്ലുന്ന ഭർത്താവ്, ഭാര്യയും ഭർത്താവും പരസ്പരം ചീറ്റ് ചെയ്യുന്നവർ, അവരുടെയൊക്കെ ഇടയിൽ ഇവർ നമുക്കൊരു ഉദാഹരണം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളും നല്ലവരാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം കുറ്റപ്പെടുത്താൻ നിൽക്കുക.
ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ.